എടാ ഇന്നലെ ഞാൻ എത്ര പ്രാവശ്യം തന്നെ വിളിച്ചിരുന്നു, നീ എന്ത് ഫോൺ എടുക്കാത്ത? എടാ അത് ഇന്നലെ ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാൻ പിന്നെ അങ്ങ് വിളിക്കാൻ വിട്ടുപോയി. എന്താ വല്ല അത്യാവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ അത്യാവശ്യമായിട്ടല്ല ഞാൻ തന്നെ വിളിച്ചത്. അളിയാ വലിയൊരു കോളൊന്ന് ചാടിയിട്ടുണ്ട് അളിയാ. അതെന്ത് കോളടേ? അളിയാ ഇത് കിടിലൊരു പരിപാടിയാണ് അളിയാ. നമ്മൾ വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട കിട്ടാത്ത നമുക്ക് ദിവസങ്ങൾ കൊണ്ടുണ്ടാക്കാം. എടേ അളിയ വല്ല ഉടായിപ്പോലും ആണോ ഡേ? ഉടായ്പൊക്കെ ഇതിലുണ്ട്. എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് എന്താ? ഉടായ്പില്ലാതെ ഒരു ബിസിനസ് ഒരിക്കലും സക്സസ് ആവില്ല. എങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂടാ. എടേ നീ വന്ന വഴി സ്ഥലം വിട്ടോ, നീ ഇവിടെ നിൽക്കണ്ട. എനിക്ക് അതിനോട് ഒരു താല്പര്യവും ഇല്ല അളിയ, നീ വിട്ടോ. എടേ ഇത് എനിക്ക് മാത്രം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, നിനക്കൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത്. ഇവിടെ പണം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ വിലയുള്ളൂ. നീ ആദ്യം അത് മനസ്സിലാക്ക്. എടാ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ മരിച്ച് പിന്നെ സുഖമായുള്ള ഉറക്കമാണ് നമുക്കെല്ലാം കിട്ടുന്നിരുന്നെങ്കിൽ നീ പറഞ്ഞ എല്ലാ പരിപാടിക്കും ഞാൻ ഉണ്ടായിരുന്നേ. കാരണം പൈസ ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂല. മനുഷ്യൻ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, നല്ല ആർഭാടമായിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നെട്ടോട്ട് ഓടുന്നത്. പക്ഷെ ഒരു കാര്യം അറിയണം, ഇത് ഇവിടെ കൊണ്ട് തീരുന്ന പരിപാടി അല്ലളിയാ. മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഡേയ് മരണത്തിനപ്പുറം ഒരു ജീവിതമോ? നീ എന്തോന്നാടാ ഇത് പറയുന്നത്? ഓ മരണത്തിനപ്പുറം ഒരു ജീവിതം നീ ബൈബിൾ വായിച്ചിട്ടില്ലേ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നു. സർവ്വ മതങ്ങളും വിശ്വസിക്കുന്നുണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന്. അതുകൊണ്ട് ബൈബിൾ അത് വ്യക്തമായിട്ട് പറയുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടത് നാം എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. അല്ലെങ്കിൽ നീയും വെളിപ്പെടേണ്ടി വരും, ഞാനും വെളിപ്പെടേണ്ടി വരും. നമ്മളെല്ലാം നിൽക്കേണ്ടി വരും ആ ന്യായാസനത്തിന് മുമ്പാകെ. അന്ന് നമ്മൾ ശരീരത്തിൽ ഇരുന്ന സമയത്ത് ചെയ്തത് അല്പലാഭത്തിന് വേണ്ടി 5-6 ദിവസത്തേക്കുള്ള ഒരു ആഡംബരത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് പണം സമ്പാദിച്ചാൽ ഇത് നിത്യ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ ഉടായ്പ പരിപാടികളിലെ ഇന്നത്തെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് വലുത് നിത്യജീവനാണ്. ഞാൻ എല്ലാം ഇന്നത്തെ കൊണ്ട് ഉപേക്ഷിക്കുക. നിനക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ? എടാ നമുക്ക് 1 രൂപ ഉള്ളെങ്കിലും ആ 1 രൂപ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അത് നിലനിൽക്കും. അതുകൊണ്ട് നീ ഇപ്പോൾ എടുത്ത തീരുമാനം വളരെ നല്ലതാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും.